Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis. The revolution will not be televised by Gil Scott Heron. FIUGP Semester 2 AC Humanities and other BA programs under Calicut University. Summary of the revolution will not be televised by Gil Scott Heron. Gil Scott Heron was an American poet, musician, and social activist. അപ്പോൾ ഗിൽ സ്കോട്ട് ഹെറോൺ ഒരു അമേരിക്കൻ കവിയാണ്, അതുപോലെ സംഗീതജ്ഞനാണ്, സാമൂഹിക പ്രവർത്തകനാണ്. ഹി യൂസ്ഡ് പോയട്രി ആൻഡ് മ്യൂസിക് ടു സ്പീക്ക് അഗെയിൻസ്റ്റ് റാസിസം, സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇൻഇക്വാലിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഹിപ്പോക്രസി. അപ്പോൾ അദ്ദേഹം പോയട്രി, കവിതനെ ഉപയോഗിച്ചിരിക്കുന്നത് വർഗീയത, സാമൂഹിക അനീതി, അസമത്വം, രാഷ്ട്രീയ കാപട്യം എന്നിവയ്ക്കെതിരെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് പോയട്രിനെയും അതുപോലെ മ്യൂസിക്കിനെയൊക്കെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഇതിലൂടെയൊക്കെയാണ് അദ്ദേഹം ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നത്. His famous spoken word poem, The Revolution Will Not Be Televised, was first released in 1970 and later became one of the most influential works of protest literature. അപ്പോൾ ഈ ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോക്കൺ വേർഡ് പോമാണ് ഇത്. സ്പോക്കൺ വേർഡ് കവിതയായിട്ടുള്ള ദ റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് 1970 ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് അത് ഒരു പ്രതിഷേധ സാഹിത്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കൃതികളിൽ ഒന്നായിട്ട് ഇത് മാറി. ദ പോം റിപ്പീറ്റഡ്ലി സേസ് ദ റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. അപ്പോൾ കവിതയിൽ ആവർത്തിച്ച് പറയുന്ന ഒരു ലൈനാണ് വിപ്ലവം ടെലിവിഷനിൽ കാണിക്കപ്പെടില്ല എന്നുള്ളത്. ബൈ ദിസ് സ്കോട്ട് ഹെറോൺ മീൻസ് ദാറ്റ് റിയൽ സോഷ്യൽ ചേഞ്ച് ക്യാനോട്ട് ബി വാച്ച്ഡ് പാസീവ്ലി ഓൺ ടെലിവിഷൻ. അപ്പോൾ ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിലൂടെ സ്കോട്ട് ഹെറോൺ പറയുന്നത് യഥാർത്ഥ സാമൂഹിക മാറ്റം ടെലിവിഷനിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാനാവില്ല, സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ടി വിയിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് ജനങ്ങൾ സംഘടിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. റവല്യൂഷൻ ഈസ് നോട്ട് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്, എ ടെലിവിഷൻ പ്രോഗ്രാം ഓർ ആൻ അഡ്വർടൈസ്മെൻറ്റ്. അതായത് വിപ്ലവം എന്ന് പറയുന്നത് ഒരു വിനോദ പരിപാടിയോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഷോയോ പരസ്യമോ ഒന്നും അല്ല. ഇറ്റ് ഈസ് സംതിങ് പീപ്പിൾ മസ്റ്റ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് എക്സ്പീരിയൻസ് ദംസെൽസ്. വിപ്ലവം, റവല്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നേരിട്ട് പങ്കാളികളാവുകയും അത് എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒന്നാണ് വിപ്ലവം എന്ന് പറയുന്നത്. The poet criticizes television and mass media for distracting people from important social and political issues. പിന്നീട് കവി വിമർശിക്കുന്നുണ്ട് ടെലിവിഷൻ അതുപോലെ മാസ് മീഡിയനൊക്കെ. അതായത് സമൂഹത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് ടെലിവിഷനും മാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് പോയറ്റ് വിമർശിക്കുന്നുണ്ട്. ഹി മെൻഷൻസ് മെനി ടെലിവിഷൻ ഷോസ്, അഡ്വർടൈസ്മെൻറ്റ്, സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻസ് ആൻഡ് പോപ്പുലർ കൾച്ചർ റെഫറൻസസ് ഓഫ് ഹിസ് ടൈം. അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിലെ നിരവധി ടെലിവിഷൻ പരിപാടികൾ, പരസ്യങ്ങൾ, പ്രശസ്ത വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ എന്നിവ അദ്ദേഹം ഈ കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട്. These references symbolize the consumer culture that keeps people occupied while serious problems continue to exist in society. സമൂഹത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ആളുകളെ തിരക്കിലാക്കി നിർത്തുന്ന ഒരു ഉപഭോക്തൃ സംസ്കാരത്തെയാണ് ഈ റെഫറൻസസ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിംബലൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Scott Heron explains that television cannot truly capture the reality of a revolution. ഒരു വിപ്ലവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ടെലിവിഷന് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാനാവില്ലെന്ന് സ്കോട്ട് ഹെറോൺ വിശദീകരിക്കുന്നുണ്ട്. There will be no commercial breaks, news highlights or dramatic television coverage showing every moment of change. അതായത് ഒരിക്കലും ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന് മാറ്റത്തിൻ്റെ ഓരോ നിമിഷവും കാണിക്കുന്ന പരസ്യ ഇടവേളകളോ വാർത്താ ഹൈലൈറ്റുകളോ നാടകീയമായിട്ടുള്ള ടെലിവിഷൻ റിപ്പോർട്ടുകളോ ഉണ്ടാവില്ല ഒരു റെവല്യൂഷനിൽ.
ഒരു വിപ്ലവത്തിൽ. അതുകൊണ്ട് തന്നെ ടെലിവിഷനിൽ നമുക്കൊരു വിപ്ലവത്തിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയില്ല. People cannot simply sit at home, watch events unfold on a screen, and expect society to improve. Real change requires direct action, involvement, and commitment. അതായത് ഒരു ടെലിവിഷൻ സ്ക്രീനിൽ എങ്ങനെയാണ് ആളുകൾ വീട്ടിലിരുന്ന ഒരു സ്ക്രീനിലൂടെ സംഭവങ്ങൾ കാണുകയും സമൂഹം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയും ആണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ യഥാർത്ഥ മാറ്റം സമൂഹത്തിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളതിൽ പങ്കെടുത്ത് നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. അതാണ് ഒരു യഥാർത്ഥ റെവല്യൂഷൻ എന്ന് പറയുന്നത്. The poem also attacks racism, political corruption, social inequality, and the unfair treatment of black Americans. അതുപോലെ തന്നെ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയും വർഗീയത, രാഷ്ട്രീയ അഴിമതി, സാമൂഹിക അസമത്വം, കറുത്ത വർഗ്ഗക്കാരായ അമേരിക്കക്കാർ നേരിടുന്ന അനീതികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഈ കവിത ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. During the late 1960s and early 1970s, many civil rights movements were demanding equality and justice. അതായത് 1960കളുടെ അവസാനത്തിലും 1970കളുടെ തുടക്കത്തിലും സമത്വത്തിനും നീതിക്കും വേണ്ടി നിരവധി പൗരാവകാശ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. സ്കോട്ട് ഹെറോൺ believed that genuine transformation would come from people organizing, protesting, and challenging injustice rather than relying on media representation. അതായത് മാധ്യമങ്ങളുടെ അവതരണത്തിൽ ആശ്രയിക്കുന്നതിലുപരി ജനങ്ങൾ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും അനീതിക്കെതിരെ പോരാടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്നതെന്ന് സ്കോട്ട് ഹെറോൺ വിശ്വസിക്കുന്നുണ്ട്. Throughout the poem, he lists various celebrities, politicians, television personalities, and cultural icons to show how popular culture often distracts people from real problems. ഈ കവിതയിലുടനീളം അദ്ദേഹം നിരവധി പ്രശസ്തരായ വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും ടെലിവിഷൻ അവതാരകരെയും സാംസ്കാരിക പ്രതീകങ്ങളെയൊക്കെ പരാമർശിക്കുന്നുണ്ട്. He suggests that society focuses too much on entertainment while ignoring issues such as poverty, discrimination, and oppression. അതായത് ദാരിദ്ര്യം, വിവേചനം, അടിച്ചമർത്തൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് സമൂഹം വിനോദത്തിനാണ് അമിത പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. As the poem progresses, the repetition of the line, "The revolution will not be televised," becomes a powerful message. It reminds listeners that social change cannot be packaged, sold, or controlled by television networks. A revolution is a personal and a collective experience that happens in real life. കവിത മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു റിപ്പീറ്റഡ് ലൈന് കാണാൻ കഴിയും. "The revolution will not be televised." വിപ്ലവം ടെലിവിഷനിൽ കാണിക്കപ്പെടുന്ന ഒന്നല്ല എന്ന വരിയുടെ ആവർത്തനം ഒരു ശക്തമായ സന്ദേശമായിട്ട് മാറുന്നുണ്ട്. സാമൂഹിക മാറ്റത്തെ ഒരു ഉൽപ്പന്നം പോലെ പാക്ക് ചെയ്യാനോ വിൽക്കാനോ ടെലിവിഷൻ ശൃംഖലകൾക്ക് നിയന്ത്രിക്കാനോ കഴിയില്ലെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. വിപ്ലവം യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യക്തിപരവും കൂട്ടായതുമായിട്ടുള്ള ഒരു അനുഭവമാണ്. In the final lines, Scott Heron declares that the revolution will be live. This means that real change will occur among people in their communities and daily lives. It cannot be fully understood through television screens because it requires participation, awareness, and action. അപ്പോൾ അവസാന ഭാഗങ്ങളിൽ സ്കോട്ട് ഹെറോൻ വിപ്ലവം എന്ന് പറയുന്നത് ലൈവായിരിക്കും, അതായത് തത്സമയമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥ മാറ്റം, ഒരു സമൂഹത്തിൽ മാറ്റം എന്ന് പറയുന്നത് ജനങ്ങൾ ആ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ പ്രവർത്തിച്ച് അതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത്. അല്ലാതെ ഒരു ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് നമ്മളത് വാച്ച് ചെയ്യുന്നതിലൂടെ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. The revolution will not be televised is a powerful protest poem that criticizes media distractions and encourages people to become actively involved in creating social change. Gil Scott Heron argues that true revolution is not something to watch but something to participate in. The poem remains relevant today because it reminds people to look beyond media images and work toward justice, equality, and meaningful social transformation. അപ്പോൾ The revolution will not be televised എന്ന് പറയുന്ന ഈ ഒരു കവിത മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന
ശ്രദ്ധ തിരിച്ചുവിടലുകളെ വിമർശിക്കുകയും സാമൂഹിക മാറ്റം സൃഷ്ടിക്കുന്നതിൽ ജനങ്ങൾ സജീവമായിട്ടുള്ള പങ്കാളികളാകണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തമായ പ്രതിഷേധ കവിതയാണ്. യഥാർത്ഥ വിപ്ലവം കണ്ടു നിൽക്കാനുള്ള ഒന്നല്ല, മറിച്ച് അതിൽ പങ്കുചേരാനുള്ള ഒന്നാണെന്ന് ഗിൽ സ്കോട്ട് ഹെറോൺ വാദിക്കുന്നു. ഓക്കെ.